നാടൻ നായക്കുട്ടികളെ ദത്തെടുക്കാൻ അവസരമൊരുക്കി NIH പോസ് ഓഫ് മായന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ. നാടൻ നായക്കുട്ടികളുടെ സൗജന്യ ദത്തെടുക്കൽ മേള ഒറ്റപ്പാലത്ത് നടക്കും. ഡിസംബർ 28 രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും മേളയുടെ സമയം. ഒറ്റപ്പാലം മൃഗാശുപത്രിക്ക് സമീപത്ത് വെച്ചായിരിക്കും മേള നടക്കുക. NIH ചാരിറ്റബിൾ ട്രസ്റ്റും പോസ് ഓഫ് മായന്നൂരും മൃഗസ്നേഹികളും ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. മേളയിലൂടെ 1.5 മാസം മുതൽ 3.5 മാസം വരെയുള്ള നായക്കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കും. തെരുവ് നായ ശല്യം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു മേള സംഘടിപ്പിക്കുന്നതിലൂടെ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ സാധിക്കുമെന്ന് മേള സംഘാടകനായ സജി പറയുന്നു. നായക്കുട്ടികളെ നൽകാനുള്ളവരും ആവശ്യമുള്ളവരും മേളയിൽ പങ്കെടുക്കണമെന്നും നായക്കുട്ടികളെ കൊണ്ടുവരുന്നവർ ദത്തെടുത്തില്ല എങ്കിൽ അവയെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് സജി ACV മീറ്റ് ദ പ്രസിലൂടെ അറിയിച്ചു. ഞങ്ങൾ ഡോഗ് അഡോപ്ഷൻ ഡ്രൈവ്, ഫ്രീ ഡോഗ് അഡോപ്ഷൻ ഡ്രൈവ് 28/12/2025 സംഘടിപ്പിക്കുന്നു. NIH ചാരിറ്റബിൾ ട്രസ്റ്റും പോസ് ഓഫ് മായന്നൂരും കുറച്ച് മൃഗസ്നേഹികളും കൂടിയാണ് ആദ്യമായി ഒറ്റപ്പാലത്ത് ഒരു സൗജന്യ ദത്തെടുക്കൽ മേള സംഘടിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1.5 മാസം മുതൽ 3 മാസം പ്രായമുള്ള നാടൻ നായക്കുട്ടികളെ ഓരോ വീടുകളിലേക്ക് എത്തിക്കുകയും അതിനോടൊപ്പം തന്നെ അവരുടെ വീട്ടിലുള്ള നാടൻ നായക്കുട്ടികളെ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമാണ്. കുറച്ച് മൃഗസ്നേഹികളാണ്, മൃഗസ്നേഹികളുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് ഒരു വീടുകളിലേക്ക് ഒരു നായക്കുട്ടികളെയും എത്തിക്കാൻ സാധിച്ചാൽ അത്രയും നായക്കുട്ടികളുടെ എണ്ണം കുറയുകയും അതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ നല്ലൊരു കാവൽക്കാരനും വളരെ സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ആദ്യം ഡോക്ടർ മനീഷ് ഡോക്ടർ വന്ന് വാക്സിൻ എടുക്കും. അതിനുശേഷം കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ നായക്കുട്ടികളെ കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലെ നായക്കുട്ടികളെ എത്തിക്കുക. അതിനോടൊപ്പം ദത്തെടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതിനോടൊപ്പം തന്നെ നായക്കുട്ടികൾ ആവശ്യമുള്ളവർ ഇവിടെ വരിക. നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. 2023 ആരംഭിച്ച NIH ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രകൃതി, മൃഗസംരക്ഷണം, മനുഷ്യർക്കുള്ള സഹായങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പല ഭാഗത്തും വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നുണ്ടെന്നും ഈ പ്രവർത്തനങ്ങളുടെ ആദ്യ ഘട്ടമാണ് ഈ മേള എന്നും സജി കൂട്ടിച്ചേർത്തു. NIH ചാരിറ്റബിൾ ട്രസ്റ്റ് മെയിനായിട്ട് നേച്ചർ പ്രകൃതി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിനോട് തന്നെ മൃഗങ്ങൾക്ക് ഉള്ള സംരക്ഷണം ഒരുക്കുക, അതിനോട് തന്നെ മനുഷ്യന്മാർക്ക് മറ്റുള്ള സഹകരണങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2023 ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പല ഭാഗങ്ങളിലും ആര്യവേപ്പ്, മാവ് ഇങ്ങനെ പല മരങ്ങളും വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു സൗജന്യ ദത്തെടുക്കൽ മേള സംഘടിപ്പിക്കുന്നത്. അതിനുള്ള ആദ്യ തയ്യാറെടുപ്പാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 2025 അതിൻ്റെ വാക്സിനേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് സൗജന്യ ദത്തെടുക്കൽ താല്പര്യമുള്ളവർ എത്തിച്ചേരുക. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുകയാണ് ഈ മേളയുടെ ലക്ഷ്യം. ABC പദ്ധതി കൃത്യമായി നടപ്പിലാക്കാത്തതാണ് തെരുവ് നായ്ക്കൾ വർദ്ധിക്കുന്നതിനുള്ള കാരണമെന്നും ഇതിനൊരു പരിഹാരമായാണ് ഈ മേള സംഘടിപ്പിക്കുന്നതെന്നും പോസ് ഓഫ് മായന്നൂർ പ്രതിനിധി ചെന്താമര പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ഈ നാടിൻ്റെ അവസ്ഥ, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ തെരുവ് നായ്ക്കളുടെ ശല്യം എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഞാനത് ശല്യമായിട്ട് കാണുന്നില്ല. അവർ വർധന ഉണ്ടായിട്ടുള്ളത് ശരിയാണ്. അതിന് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു അവസ്ഥയാണ്. 2001 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ABC ആനിമൽ ബർത്ത് കൺട്രോൾ എന്നുള്ള പദ്ധതി. അത് വളരെ വ്യക്തമായി അല്ലെങ്കിൽ ഭംഗിയായിട്ട് നടത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇന്നിപ്പോൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് നായ്ക്കുട്ടികളാണ് റോട്ടിൽ വണ്ടിയിടിച്ച് ചാവുന്നതും അല്ലെങ്കിൽ നട്ടലൊടിഞ്ഞിട്ട് നിരങ്ങി നടക്കുന്നതൊക്കെ. അപ്പോൾ ഇവർക്കൊരു എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്കൊരു റിലീഫ് കൊടുക്കാനായിട്ട് മനുഷ്യത്വം കുറച്ചെങ്കിലും ബാക്കിയുള്ള മനുഷ്യർ എന്തെങ്കിലും ചെയ്യണം. അതിലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തെരുവ് നായ്ക്കളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു നായ്ക്കുട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫെങ്കിലും രക്ഷപ്പെടും. പിന്നെ അതുമാത്രമല്ല, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ നമ്മൾ വന്ധ്യംകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ ടോട്ടൽ ഇല്ലാതായി തരും. അത് ഓൾ ഓഫ് എ സഡൻ ഓവർനൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക്
കുറച്ച് വർഷങ്ങളെടുക്കും. ഒരു 4-5 അല്ലെങ്കിൽ 10 വർഷങ്ങളെടുത്തെങ്കിലാണ് ഒരു രാജ്യത്തെ ആ അവസ്ഥ ഒന്ന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ACV മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും.